जमाने से आज तक मुब्तला होता रहा है। एक तरफ मुशरिकान पूजा पाठ की जगह आपके यहाँ जियारत और संदल निशान चढ़ावे ताज़िया उस किस्मों की मिथियानुजी पैदा होता है। എന്താണ് അദ്ദേഹം പറഞ്ഞത്? അബൂജഹൽ ശൈബത്ത് തുടങ്ങിയ മുശ്രിക്കുകൾ ജാഹിലുകൾ അവർക്ക് പുറമെ മറ്റൊരു വിഭാഗം ജാഹിലിയത്ത് ഇവിടെയുണ്ട്. അതേതാണെന്നറിയുമോ? മരിച്ചവർക്ക് വേണ്ടി ഫാത്തിഹ ഓതൽ, ഖബർ സിയാറത്ത് ചെയ്യൽ, മൗലിദ് നടത്തൽ, കണ്ണോക്ക് പോകൽ, തവസ്സുൽ ചെയ്യൽ, ഇസ്തിഗാസ ചെയ്യൽ, ഇങ്ങനെ തുടങ്ങി ആ അബൂജഹലിന്റെയും ഋതുബത്തിന്റെയും ശൈബത്തിന്റെയും അതേ ആചാരമാണ് ഇവർക്ക് മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടി ഫാത്തിഹ ഓതിയാൽ അവൻ മുശ്രിക്കായി പോയി എന്ന് മൗദൂദി സാഹിബ് പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനാവട്ടെ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് തന്റെ വീട്ടിൽ വരികയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനോട് അബൂ സലമയാകുന്ന മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്ത സഹീഹായ ഹദീസ് നമുക്ക് കാണാം. ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും പോയി ഖുർആൻ ഓതിയത് ഹദീസിലൂടെ നമുക്ക് കാണാം. ഇഖ്റഉ അലാ മൗതാകും സൂറത്ത യാസീൻ, മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഈ കൽപ്പന സഹീഹായ ഹദീസിലൂടെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയും അവിടെ നിന്ന് ഓതിക്കേൽപ്പിച്ചു തരികയും ചെയ്ത ഈ പ്രവർത്തനം അബുൽ അലാ മൗദൂദി പറയുന്നു, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി. മരിച്ചവരുടെ വീട്ടിൽ കണോക്കന്നെ പോയാൽ ഇസ്ലാമെന്ന് പുറത്തുപോയി. തവസ്സുൽ ചെയ്താൽ ഇസ്ലാമെന്ന് പുറത്തുപോയി. നബിദിനം കൊണ്ടാടിയാൽ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ പറയുന്ന ആളുകളൊക്കെ മുശ്രിക്കുകളാണെന്ന് വ്യക്തമായി പറഞ്ഞ അവസാനം എന്താണ്? ഈ ഫാത്തിഹ ഓതുന്നവരും സിയാറത്ത് ചെയ്യുന്നവരും കണ്ണോക്കിൽ പോകുന്നവരും ഔലിയാക്കളുടെ പേരിൽ മതി പറയുന്നവരും മുശ്രിക്കുകളാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നു, ഈ മുശ്രിക്കും അബൂജഹലിനെ പോലെയുള്ള മുശ്രിക്കുകളും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ വ്യത്യാസം മാത്രമാണ്. ഫർക്ക് വ്യത്യാസം ഈ ഒറ്റ ഫർക്ക് മാത്രമാണ്. എന്താണ്? उन्हें और कुतुब अब्दान इस नामों के फर्कों में छुपाते हैं. അബൂ ജഹലും ഉത്ബത്തും ശൈബത്തും ഭിന്നങ്ങളെന്ന് പറയുമ്പോൾ ഈ സുന്നികളാകുന്ന മുശ്രിക്കീങ്ങൾ കുതുബ് ഗൗസ് അബ്ദാലി എന്ന പേര് പറഞ്ഞിട്ട് ആ പേരിന്റെ ഉള്ളിൽ മറച്ചു വെക്കുന്നു എന്നല്ലാതെ രണ്ടുതരം മുശ്രിക്കീങ്ങളും സമമാണ്, എല്ലാവരും മുശ്രിക്കാണ് എന്ന് പരസ്യമായി അബുൽ അലാ മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉറുദു ഭാഷ വായിച്ച് അർത്ഥം പറഞ്ഞത് തെറ്റാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഈ പുസ്തകത്തിന്റെ മലയാള പരിഭാഷ ഇസ്ലാമും ജാഹിലിയ്യത്തും എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ അച്ചടിച്ച് നിൽക്കുന്നുണ്ട്. അത് വായിച്ച് അറിവുള്ളവരെ കൊണ്ട് വായിപ്പിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെയുള്ള മുഴുവൻ ശുദ്ധികളെയും മുശ്രിക്കാക്കി ഇസ്ലാമെന്ന് പുറത്താക്കി കളഞ്ഞിരിക്കുന്നു. ചെറിയ കുട്ടികൾ 15 വയസ്സുവരെയുള്ള കുട്ടികൾ മുശ്രിക്കാണെന്ന് അബുൽ അലാ മൗദൂദി ഫത്വ കൊടുത്തിരിക്കുന്നു. കണ്ടോ? हिंदुओं का बेटा हिंदू होता है, ब्राह्मण का बेटा ब्राह्मण होता है, क्षत्रियन का बेटा क्षत्रियन होता है, उससे मुसलमान का बेटा मुसलमान नहीं है. इस्लाम माँ के पेट से लाया नहीं है. അബുൽ അലാ മൗദൂദിയുടെ ഖുതുബാത്തിൽ നിങ്ങൾക്ക് കാണാം, ഹിന്ദുവിന്റെ കുട്ടി ഹിന്ദുവാണ്, ക്ഷത്രിയന്റെ കുട്ടി ക്ഷത്രിയനാണ്, രജപുത്രൻ രജപുത്രനാണ്, രാജാവിന്റെ മകൻ രജപുത്രനാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ മുസൽമാന്റെ കുട്ടി മുസ്ലിം അല്ല കേട്ടോ. ഉമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾ മുസ്ലിം അല്ല.
എന്ന് പരസ്യമായി ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം കുട്ടികളെയും മുസ്ലിക്കാക്കി ചിത്രീകരിച്ചുകൊണ്ട് അബുൽ അല മൗദൂദിയുടെ ഖുതുബാത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ലോകത്തുള്ള മുഴുവൻ ഫിഖ്ഹിന്റെ കിതാബുകളും മദ്ഹബുകൾക്ക് വ്യത്യാസമില്ലാതെ നോക്കിയാൽ കാണാം, മുസ്ലിമിന്റെ കുട്ടി മാതാപിതാക്കൾ രണ്ടുപേരും മുസ്ലിമായാൽ അല്ലെങ്കിൽ രണ്ടിലൊരാൾ മുസ്ലിമായാൽ അതിൽ ജനിക്കുന്ന കുട്ടി മുസ്ലിമാണ്. തർക്കമില്ലാതെ മുസ്ലിം ലോകത്തിനിടയിൽ തർക്കമില്ലാതെ മുസ്ലിമിന്റെ കുട്ടി മുസ്ലിമാണ് എന്ന് എല്ലാ കിതാബിലും കാണാം. ഈ ഫറൂഖ് ബെട്ടയിലെ അലമാറയിൽ ചെന്ന് തുഹ്ഫ, മോഹിനി, നിഹായ, ഹുജൈരി, ജബൽ തുടങ്ങിയ ഫിഖ്ഹിന്റെ കിതാബൊക്കെ എടുത്തു മറിച്ച് നോക്കൂ. എല്ലാ കിതാബിലും തർക്കമില്ലാതെ മുസ്ലിമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. പരിശുദ്ധ ഖുർആൻ അൽഹഖനാ ബിഹിം ദുരിയാതഹിം ഫീ ഈമാനിഹിം അൽഹഖനാ ബിഹിം ദുരിയാതഹിം, ഈമാനിൽ മക്കളെ ബാപ്പമാരോട് തുറക്കിരിക്കുന്നു. ബാപ്പയും ഉമ്മയും മുസ്ലിമാണെങ്കിൽ കുട്ടികൾ മുസ്ലിമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരായ പണ്ഡിതർ പറഞ്ഞിട്ടുള്ളത്. അതിനെ മാറ്റി ഈ ലോകത്ത് മുസ്ലിമുകളല്ലെന്ന് പറയാൻ അബുൽ അല മൗദൂദി സാഹിബിനല്ലാതെ മറ്റൊരാൾക്ക് ധൈര്യം വന്നിട്ടില്ല. അതിന് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ഒക്കെ നല്ല ഓമന പേര് വെച്ച് ഇവിടെ വന്നു ലോക മുസ്ലിമീങ്ങളെ മുസ്ലിക്കാക്കി ഇസ്ലാം മതത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ചിത്രീകരിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ ഭിന്നിപ്പുണ്ടായത്. മക്കളെ, അള്ളാഹുവിലുള്ള വിശ്വാസം തെറ്റായി പഠിപ്പിച്ചപ്പോഴാണ് ഭിന്നിപ്പുണ്ടായത്. അതുകൊണ്ട് ഭിന്നിപ്പ് പാടില്ല. നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. എങ്ങനെ നിൽക്കണം? അള്ളാഹു പറയുന്നു, അല്ലാഹുവിന്റെ ദീന് ഒരു കയറ് പോലെ അങ്ങ് ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന ദീന്, ഒരു നീളമുള്ള കയറ് പോലെ നിൽക്കുന്ന ഒരു ഉപമയോടുകൂടി അല്ലാഹു പറയുന്ന ദീന്, ആ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അഥവാ സുന്നത്ത് ജമാഅത്ത് അടാ അവിടം മുതൽക്ക് അവ്വലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്